ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് ഉണക്കച്ചെമ്മീനും മാങ്ങയും വെച്ചിട്ട് നല്ല കിടിലൻ ടേസ്റ്റുള്ളൊരു കറി തന്നെയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കണ്ടു നോക്കൂ കേട്ടോ. അധികം ഇൻഗ്രീഡിയൻസും വേണ്ട, അധികം ടൈമൊന്നും എടുക്കാതെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു മെത്തേഡിലാണ് ഞാനിതൊന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെമ്മീൻ നമുക്ക് ഒന്ന് കഴുകി വൃത്തിയാക്കണമല്ലോ. അപ്പോൾ ഇതിലുള്ള അഴുക്കുകളൊക്കെ കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഉണക്കച്ചെമ്മീൻ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് അഴുക്കുകളുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനായിട്ട് നല്ല വൃത്തിയോടെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ടാണ്. അപ്പോൾ 3-4 പ്രാവശ്യം ഞാനിതൊന്ന് കഴുകിയതിന് ശേഷം ഇതൊന്നങ്ങ് അരിച്ച് വെച്ചതാട്ടോ. ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്നങ്ങ് ചൂടാക്കി എടുക്കണം. റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനിത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ല രീതിയിലൊന്നങ്ങ് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് നേരം ഇട്ടിട്ട് വറുത്തെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിലുള്ള വാട്ടർ കണ്ടൻറ്റൊക്കെ ഒന്ന് മാറിയിട്ട് ജസ്റ്റ് ഒന്നങ്ങ് മുരിഞ്ഞ് വരുമല്ലോ, ആ ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. അപ്പോൾ ഒരുപാട് മുരിഞ്ഞ് കിട്ടണമെന്നൊന്നുമില്ല. അപ്പോൾ കാര്യം ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ. അപ്പോൾ ഒരു 3-4 മിനിറ്റ് നേരം ഇതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് വെള്ളമൊക്കെ വറ്റിയിട്ട് ഇതുപോലെ ആയിക്കിട്ടിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ മതി. ഇപ്പോൾ പിടിക്കുന്ന സമയത്ത് പൊട്ടി പോകുന്നില്ല. ഒരു സോഫ്റ്റ്നെസ്സൊക്കെ ഒന്ന് വിട്ടിട്ട് ജസ്റ്റ് നിങ്ങൾ ക്രിസ്പി ആകുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി വെക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെ മസാലകളൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസുള്ള സവാള അതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ അത്ര മതി. 2 പച്ചമുളകൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. പിന്നെ മസാലപ്പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവൊക്കെ നിങ്ങൾക്ക് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാവുന്നതേ ഉള്ളൂ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അത് നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം. പിന്നെ ഉപ്പ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എനിക്ക് ഈ ഒരു ഉപ്പ് പാകമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ലാസ്റ്റ് ഞാൻ കുറച്ചുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യാം കേട്ടോ. അത് നല്ല രീതിയിലൊന്ന് തിളച്ചിട്ടട്ടെ. മസാലപ്പൊടികളൊക്കെ പച്ചമുളകൊക്കെ മാറിയിട്ട് ഉള്ളിയൊക്കെ നല്ല രീതിയിലൊന്ന് കുക്കായി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഇനി മാങ്ങയും ചെമ്മീനൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ മാങ്ങയും ചെമ്മീനൊന്നും ഇട്ട് കൊടുക്കരുത്. മസാലപ്പൊടികളൊക്കെ പച്ചമണം മാറിയതിന് ശേഷം മാത്രമാണ് മാങ്ങ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മാങ്ങ അത്യാവശ്യം പുളിയുള്ള ഒരു മാങ്ങ എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷമാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നമുക്ക് മസാലയൊക്കെ നല്ല രീതിയിൽ കുക്കായി കിട്ടിയതിന് ശേഷം മാങ്ങയും ചെമ്മീനൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റും കാര്യങ്ങളും കിട്ടിക്കോളും. ഇനി ഞാൻ അതിലേക്ക് 1 ഗ്ലാസ് കൂടി ചൂടുവെള്ളമായിട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. ചൂടുവെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കണേ, അല്ലെങ്കിൽ ഒരു പച്ചക്കുത്തുണ്ടാവും. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മസാലപ്പൊടികളുടെ ഒക്കെ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ ചൂടുവെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. എന്നിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ ഒരു തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ടെങ്കിൽ ചിരകിയെടുത്തതാണ്. അപ്പോൾ അത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കറിക്ക് എത്രയാണോ തേങ്ങ ആവശ്യം അത്രയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരമുറി തേങ്ങ തന്നെ എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് വലിയ ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നല്ല രീതിയിലൊന്ന് ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. നല്ല കറക്റ്റായിട്ട് ടേസ്റ്റും കാര്യങ്ങളും കിട്ടുന്നത്. അപ്പോൾ ഇതാ നല്ല രീതിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊരു സൈഡിലേക്ക് വെക്കാം. ഈ സമയം കൊണ്ട് നമ്മളെ കറിയൊക്കെ ഒന്ന് തിളച്ച് വറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് മാങ്ങയൊക്കെ കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ ചെമ്മീനും മാങ്ങയൊക്കെ നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല കുക്കായിട്ട് നല്ലൊരു തിക്കായിട്ടുള്ളൊരു ഗ്രേവി ആയിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നതിന് പകരം വലിയ ജീരകം പൊടിച്ചതുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ തിളപ്പിച്ചെടുക്കുന്ന മസാല ഉണ്ടല്ലോ, മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് തിളപ്പിച്ചില്ലേ, ആ സമയത്ത് ഇട്ട് കൊടുത്താലും മതി. എന്നിട്ടിപ്പോൾ നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നങ്ങ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് കറി എത്ര വേണോ അത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. അപ്പോൾ കറക്റ്റായിട്ടൊരു ടേസ്റ്റും കാര്യങ്ങളും കിട്ടില്ല. അപ്പോൾ നമ്മൾ ചെമ്മീൻ എന്ന് പറയുന്നത് ദശക്കട്ടിയുള്ളൊരു മീനൊന്നും അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നെങ്കിൽ തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ അതാ തിളപ്പിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാകത്തിനാണ് ഞാനിന്ന് ഫ്ലെയിം ഓഫ് ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് കുറവുണ്ട് തോന്നുകയാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ സമയത്ത് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കുറവുണ്ടായിരുന്നേ, കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഈ ഒരു ചെമ്മീൻ കറിക്ക് മാങ്ങ തന്നെ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. മാങ്ങയ്ക്ക് പകരം വാളംപുളിയോ അല്ലെങ്കിൽ കുടംപുളിയോ അല്ലെങ്കിൽ തക്കാളി വെച്ചിട്ട് ഉണ്ടാക്കുന്നവരുണ്ട് കേട്ടോ. തക്കാളി നല്ല പുളിയുള്ള തക്കാളിയൊക്കെ 2-3 എടുത്തിട്ട് അങ്ങനെയും കറി വെക്കാറുണ്ട്. അപ്പം മാങ്ങ സീസൺ ആയതുകൊണ്ട് മാങ്ങ ഇട്ട് വെക്കുമ്പോൾ നല്ല ടേസ്റ്റി ഒരു കറി നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിയുമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ മാങ്ങ ഇടുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റ് തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്കൊരു വറവ് തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ സമയത്ത് ആണ് വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതുവരെ നമ്മൾ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു കറിയിൽ കടുകല്ല കേട്ടോ യൂസ് ചെയ്യുന്നത്. നമ്മൾ തേങ്ങ അരച്ച കറിയിലൊക്കെ സാധാരണ നമ്മൾ ചെറിയുള്ളിയാണല്ലോ വറവിടാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നങ്ങ് മുരിഞ്ഞ് വരുന്ന സമയത്ത് അതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് ചൂടാക്കി എടുക്കാം കേട്ടോ. ഒരുപാട് നേരം വറ്റൽമുളക് എണ്ണയിൽ കിടക്കരുത്, അപ്പോൾ കരിഞ്ഞൊരു ടേസ്റ്റ് കിട്ടാവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നേരം ഇതുപോലെ അങ്ങ് വെക്കുമ്പോൾ കറക്റ്റായിട്ട് ടേസ്റ്റി ആയിട്ട് കിട്ടിക്കോളും. അത് നമ്മൾ കറിയിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കൊരു 2-3 മിനിറ്റ് ഒന്നങ്ങ് അടച്ച് വെച്ചിട്ട് സെർവ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നല്ല ഈ വറവിൻ്റെയൊക്കെ സ്മെല്ലൊക്കെ ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല കിട്ടില്ല ടേസ്റ്റുള്ളൊരു ചെമ്മീൻ കറി ആയിക്കോളും. അപ്പോൾ ചെമ്മീനൊക്കെ കിട്ടുന്ന സമയത്ത് മാങ്ങയൊക്കെ സീസണാണല്ലോ, അപ്പോൾ ഈ ടൈമിന് ചെമ്മീനൊക്കെ വാങ്ങിയിട്ട് ഇതുപോലെ ഒരു കറി ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ. എന്നാൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. എന്നാലാണ് ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനേക്കാളും നല്ല കിടിലൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്